5 ഹീറ്റ്സുകളായി മത്സരം നടക്കുമ്പോഴും ഓരോ ഹീറ്റ്സിലും ആദ്യം എത്തുന്നവർ അങ്ങനെയല്ല. ഏറ്റവും വേഗത്തിലെത്തുന്ന, സമയമനുസരിച്ച് വേഗത്തിലെത്തുന്ന 4 വള്ളങ്ങൾ ഫൈനലിലേക്ക് യോഗ്യത നേടും എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. നമ്മളിപ്പോൾ പറഞ്ഞത് 19 ചുണ്ടൻ വള്ളങ്ങൾ മത്സരിക്കുന്ന കാര്യമാണ്. അതായത് വേഗതയിലെത്തുന്ന ജലരാജാവാരെന്ന ചോദ്യത്തിന് ഉത്തരം അവിടെ കിട്ടും. പക്ഷേ രാവിലെ മുതൽ തന്നെ ഹീറ്റ്സ് മത്സരങ്ങൾ ചെറുവള്ളങ്ങളുടേത് ആരംഭിക്കും. അതിൻ്റെ ഒരു ക്രമമുണ്ട്. അത് നമുക്ക് സുല്ലേട്ടനോട് തന്നെ ചോദിക്കാം. ആകെ 74 വള്ളങ്ങളാണ് മത്സരിക്കുന്നത് അല്ലേ, 9 വിഭാഗങ്ങളിലായി. അതെ, എന്താണ് അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ കാണുന്നത് നമ്മുടെ റേസ് കോഴ്സ്. ഇതിനകത്ത് നമുക്ക് 4 ട്രാക്കുകൾ സജ്ജീകരിക്കാൻ പറ്റുമോ. എല്ലാ വർഷങ്ങളും എൻ്റെ ഒരു വ്യത്യാസം, എല്ലാ വർഷങ്ങളും ചുണ്ടൻ വള്ളങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ കരക്കാരിങ്ങനെ ചുണ്ടൻ വള്ളം പടതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇതൊരിക്കലും നശിക്കാൻ പോകുന്നില്ല. ഇതിൻ്റെ ആവേശവും ആഹ്ലാദവും ഒക്കെ കൂടി വരത്തേ ഉള്ളൂ. അപ്പം നമുക്ക് ഈ 19 ചുണ്ടൻ വള്ളങ്ങളാണ് യഥാർത്ഥത്തിൽ നെഹ്റു ട്രോഫിക്ക് വേണ്ടി മത്സരിക്കുക. അപ്പം നമുക്കത് 4 ട്രാക്കായിട്ട് 5 ഹീറ്റ്സ് ആയിട്ടാണ് മത്സരം നടക്കുന്നത്. അപ്പം നമുക്ക് വരുന്നത് 19 വള്ളങ്ങൾ വരുമ്പോൾ ഫൈനലിലേക്ക് വരുന്ന 4 വള്ളങ്ങളെ നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. 4 ട്രാക്ക് ഉള്ളതുകൊണ്ട് ഫൈനൽ 4 വള്ളങ്ങൾ. അതിൻ്റെ അടിസ്ഥാനം വെച്ചാൽ സമയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ 4 ഫൈനൽ വള്ളങ്ങളെ ക്വാളിഫൈ ചെയ്യുന്നത്. അപ്പം ഏറ്റവും ഹീറ്റ്സ് മത്സരങ്ങളിൽ ഏറ്റവും സമയം കുറച്ച് വരുന്ന 4 ജലരാജാക്കന്മാരായിരിക്കും നെഹ്റു കപ്പിന് വേണ്ടിയിട്ട് മാറ്റുവയ്ക്കുക. അതാണ് അതിൻ്റെ നമ്മുടെ ഈ ചുണ്ടൻ വള്ളങ്ങൾ കൂടുന്നതോറും നമ്മുടെ ട്രാക്കിന് സ്ഥലമില്ലാത്തടത്തോളം വള്ളം അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് തുടർന്നിപ്പോൾ ഒരു 4-5 വർഷമായിട്ട് ആ ഒരു സിസ്റ്റമാണ് നടക്കുന്നത്. അത് വളരെ നമ്മുടെ ഇപ്പോൾ ടെക്നോളജിയൊക്കെ വളർന്നുകൊണ്ട് വളരെ ഭംഗിയായിട്ട് അത് നിർവഹിക്കാൻ പറ്റുന്നുണ്ട്, തർക്കങ്ങളും ഒന്നുമില്ലാതെ. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഇതൊക്കെ ഒരു ദൈവാനുഗ്രഹമാണ്. ഈ ഒരു 4 മിനിറ്റിൽ ആര് വരുന്നു, 4 മിനിറ്റിൽ ആര് ജയിക്കുന്നു, ആര് നിലനിൽക്കുന്നു, അവരായിരിക്കുമല്ലോ യഥാർത്ഥ വിജയി. ഇനി 25 മീറ്റർ തികച്ചില്ല ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്താൻ. പുന്നമടക്കായലിൻ്റെ ഒത്ത നടുവിലൂടെ ഞങ്ങളും ഫിനിഷിംഗ് പോയിന്റിലേക്ക് പോവുകയാണ്. പക്ഷേ തുഴയില്ല, ആവേശം മാത്രമാണ് കൈമുതലായുള്ളത്. ഏതായാലും വലിയൊരു ആവേശത്തിൻ്റെ നടുവിലേക്ക് പുന്നമടക്കായൽ മലയാളികൾ, കേരളമാകെ ഇറങ്ങിച്ചെല്ലാൻ ഇനി അധിക നേരം വേണ്ട. ക്യാമറമാൻ രജിത് മോഹനൊപ്പം BS കൃഷ്ണരാജ്, പുന്നമടക്കായൽ.